ഒന്ന് പാടി കേക്കട്ടെ. വലിയ പ്രശ്നമാവും ചിലപ്പോ. നിങ്ങൾ എന്നെ കൂടെ കൊണ്ടുപോകും. ശരിയല്ലേ? ഞാൻ പറഞ്ഞു സൂപ്പറല്ലേ. Ready 1 2 3 start. ഹലോ, ഗുരു, ഞാനേ ഒരു പയ്യനെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ഒന്ന് പൊക്കോണ്ടിരിക്കുവായിരുന്നു. സ്കൂളിൽ ചേർത്തിട്ട് വിളിച്ചാൽ മതിയോ? ഞാന് സത്യം പറയാതെ ഞാൻ അതിന്റെ പരിസരത്തുണ്ടേ. അപ്പൊ ഇവിടുന്ന് 2 സ്ത്രീകള് ചോദിച്ചു. ഓ, ഞാൻ പരിദാസിനെ കണ്ടു. അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. അങ്ങോട്ട് വാ. ശരി ഉടനെ പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത് ഒന്നും വേണ്ട. വാ. ബ്രോ, ഹലോ പച്ച ബ്രോ. ഞാൻ സ്കാർഫ് എടാ, നിനക്ക് അഡ്മിഷൻ തരാത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റോളാം. ആ സ്കൂള് കത്തിക്കുമല്ലോ. നീ ആവേശത്തിന് ഞാൻ പറഞ്ഞ അങ്ങനൊന്നും കരുതണ്ട, കൂടെ കൈ കരുതണ്ട. നമുക്ക് എല്ലാത്തിനും ഇതുണ്ടാക്കാം. എടാ, എന്റെ നിഴലിന് ഇതില്ലടാ. എടാ ലക്സ, എന്റെ നിഴലിന് എന്റെ ശരീരം ഇല്ല. അതെന്താ? അണ്ണന്റെ ആത്മാവ് ആരുടെ കൂടെയാണ്? അണ്ണന്റെ ആത്മാവ് ദർശനയുടെ കൂടെ അല്ലേ അണ്ണ? അതാണ് ഇല്ലാത്ത. അണ്ണൻ മാത്രല്ലേ നമ്മളോടുള്ളൂ, ബാക്കിയെല്ലാം ദർശനയുടെ കൂടെ അല്ലേ? അതാ അങ്ങനെ. വണ്ടി ആരോ എടുത്തോണ്ടോ? നമ്മുടെ വണ്ടി എവിടെ? എന്നാ മുതുകിന് വണ്ടി എടുക്കാം. അവിടെ കൊണ്ടുപോയി ആരോ ഇപ്പൊ കൊണ്ടുപോയതേ ഉള്ളൂ. ദർശനോട് കൊണ്ടുപോയില്ല. ദർശനം ഇപ്പൊ കൊണ്ടുപോയി ശരിയല്ല. ദർശനം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ എല്ലിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തായാലും കിടുങ്ങാൻ മണിയാ. ആ, ഏതായാലും നല്ല വണ്ടി ഇപ്പൊ. അയ്യോ അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാ അവിടെ ചെന്ന് ഷോ ഇറക്കാൻ ഉണ്ടെന്ന്. നീയൊക്കെ എന്തിനു വിഷൂടെ? കിടിലം വണ്ടി എടുക്കുക. എക്സിന്റെ അടുത്തിട്ടല്ലേ പോണേ, ഷോപ്പ് ചെയ്യുന്നു. എടാ ഒരു വണ്ടി എടുക്കുക. ഒരു വണ്ടി എടുക്കോ. സ്കൂളിൽ ചേർക്കാവുന്ന ഒരുത്തിനെ കൂടെ കേട്ടിനകത്ത് ഒരാളെ ഞാൻ വണ്ടിന്റെ ഉള്ളിലെത്തി. കേറിയോ? എല്ലാരും കേറില്ലേ? ലക്ഷം കേറില്ലേ? അവിടെ ഓടി നടക്കുന്നു. വണ്ടി ഞാൻ റിപ്പയർ ചെയ്യട്ടെ വണ്ടി ഒന്ന്. ലെഫ്റ്റിലാണ്. എന്താടാ കേട്ടില്ല? എത്രാം ക്ലാസ്സിലെ ചേരണ്ടാ? അത് അവിടെ ചെന്നിട്ട് നിന്റെ IQ ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു കാര്യം പറയാം. ഏറ്റവും കൂടുതൽ പെങ്കൊച്ചുകളുള്ള ക്ലാസ്സിൽ കയറി. ഞാൻ ഐഡിയ പറയാം. ഏറ്റവും കൂടുതൽ പെങ്കൊച്ചുങ്ങളുള്ള ക്ലാസ്സിൽ കയറി. അപ്പൊ നിനക്കൊരു ഗേൾ ഫ്രണ്ട് സെറ്റ് ആയില്ലേ? ടീച്ചറാണ്, ടീച്ചറും മതി. ഏറ്റവും നല്ല ടീച്ചറായിട്ട് നിനക്ക് തോന്നുന്ന ആളെ ക്ലാസ്സിൽ കയറി. പൊട്ടനെ പോലെ അത് മതി. ഡെഡ് ബോഡി ആയിട്ട് പോവാട്ടോ ഞാനിന്ന്. ഇതൊക്കെ അണ്ണ കണ്ടുകൂടാ. എന്താടാ അറിയാൻ വള്ളി പിടിക്കാനുള്ള ഒരു മൂഡ് വന്നു. ജുഗ്രു ആണോ റോഡിൽ നിന്ന് കൊല്ലണേ?
ഗ്യാങ് ഇനാഗുറേഷൻ ഒന്നും ഇല്ല. ഇനാഗുറേഷനൊക്കെ അവര് ചെയ്ത് ഒന്നുകൂടെ റിപ്പയർ ചെയ്യാം. വണ്ടിയുടെ ഫ്രണ്ട് ഇടിച്ച്. ശരിക്കും നമ്മള് ഡൊണേഷൻ ചെയ്യാണെങ്കില് അവിടെ ആരും വന്ന് പഠിക്കാനുള്ള. എന്താടാ കേട്ടില്ല? ശരിക്കും നമ്മള് വന്ന അവർക്ക് സഹായം ചെയ്യണം. അവിടെ ആരും വന്ന് പഠിക്കാനുള്ള. ഇപ്പൊ നമ്മള് 2 പിള്ളേരെ കൊടുക്കല്ലേ, അത് സഹായല്ലേ? പിന്നല്ലാതെ അതെ 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 അതെ. അണ്ണാ എനിക്കും പഠിക്കാൻ ആഗ്രഹമുണ്ട്, എന്നെ ചേർക്കും അണ്ണാ. 3 പേരെ കിട്ടും. ഈ പ്രായത്തിലൊക്കെ എന്ത് പഠിക്കാനാണ് നീ ഇനി? അല്ല അണ്ണാ, എനിക്കും ആഗ്രഹമുണ്ട് അണ്ണാ പഠിക്കാൻ. എത്ര വയസ്സുണ്ട് അച്ഛാ? എനിക്ക് ഈ ചിങ്ങത്തിൽ 21. 21 കളവനായിക്കണേ 21 കളവനോ? അപ്പൊ അണ്ണൻ എന്താ മുതുക്കനോ? അണ്ണനെ പറയല്ലേ? നിങ്ങള് പ്രശ്നമായി. അണ്ണ വേറെ എന്ത് വാറായ കുരങ്ങൻ പുണ്ടാളെല്ലാം എടുത്തിട്ട് ഞാൻ അറയി വരുന്നത് ഞാൻ. അണ്ണ ഒന്നുകൂടെ ഇടിക്കണ, ഞാൻ ഇടിക്കാം. ഒന്നുകൂടെ ഇടിച്ചോ അണ്ണ, ഇടിക്കണ പോട്ടെ. ഇത്തവണത്തേക്ക് വിടാ അണ്ണ. ഇനി അവൻ ഇടിച്ച അണ്ണൻ പറഞ്ഞോണ്ട് അത്രേ ഉള്ളൂ. ഹെൽത്ത് ആൻഡ് ആർമർ നോക്കണേ. എന്തൊക്കെ മെസ്സേജ് ആയി. നെഞ്ചിലൊരു കത്തലുണ്ട്. എന്തോ ഇതാണല്ലേ സ്കൂള്. സ്കൂളെ ഡോക്ടറൊക്കെ ഇട്ടില്ല. ഒരു ഡോർ മാത്രം തുറക്കുന്നത് കേട്ടോ. പൊളിച്ച് വെച്ചിക്കോ. അറിയാ ബാഗ് ഇരിക്കട്ടെ. ഹലോ വന്നു ബോഡി. ഹായ്, ദിസ് ഈസ് ഉസ്മാൻ ആൻഡ് ദിസ് ഈസ് ഇസ്മായിൽ. ഇവർക്ക് രണ്ടുപേർക്കും എന്നാ നീ ഒരു മിനിറ്റ്. നിനക്ക് ഇവരുടെ കൂടെ പഠിക്കാൻ പറ്റില്ല, നീ ഇറങ്ങണ സ്കൂളിൽ നിന്ന്. ഉള്ളിയിടർ. അപ്പൊ ഞാൻ ഇവരുടെ ലോക്കൽ ഗാർഡിയനാണ് ആക്ച്വലി. മാമന്മാരല്ല, ചെറിയ പയ്യ പിള്ളേരാ. അതെ അതെ 12 വയസ്സുള്ളവർക്ക് ചെറിയ കുട്ടിയായിരിക്കും ഇവരുടെ. ഇവന്മാർക്ക് അതെന്താ നിങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കാന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ഒരു മനുഷ്യന് എപ്പോഴാണ് പഠിക്കാനുള്ള സാഹചര്യം ബേസിക് ഇത് നിങ്ങളെ ടീച്ചർമാരായിട്ടുള്ള ആൾക്കാർക്കില്ലേ ഇവിടെ? നമ്മൾ ഇവർക്ക് വേണ്ടി സ്പെഷ്യൽ ക്ലാസ് സാറ്റർഡേ സൺഡേ നടത്തുന്നുണ്ട്. നമുക്ക് അതിൽ വേണേ ജോയിൻ ചെയ്യിപ്പിക്കാം. അല്ലാതെ ഇവിടെ ഉള്ള സൂര്യബോസിന്റെയോ ഇക്രുമോന്റെയോ മറ്റേ കുഞ്ഞു പിള്ളേരുടെ കൂടെ ഇവരെ ഇരുത്താൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഈ മാമന്മാരുടെ കാല് കൊണ്ടു കഴിഞ്ഞാൽ ആ പിള്ളേര് തെറിച്ചു പോകും. ഇല്ല ഞങ്ങൾ ചെറിയ കാല് നമ്മള് കാല് മടക്കിയിരുന്നോളാം. ഇവര് പിള്ളേരെ അടിക്കാനല്ല ഇവിടെ വരുന്നത്. ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞാൽ പഠിക്കാനാ. നമുക്ക് സ്പെഷ്യൽ ക്ലാസ് കൊടുക്കാം, പക്ഷേ കുറച്ച് ഫീസ് അധികമാണ്. ഫീസ് അധികമാണോ? ആള് കുറച്ച് വളരും തോറും നമ്മള് ഫീസ് കൂട്ടുവേ. ചോദ്യം ചോദിക്കേണ്ട കാര്യമല്ല, വാസണ്ണ എടുത്തു കൊടുക്കേ. അല്ല എത്ര വരും? ഒരു സ്റ്റുഡന്റിന് 1 month 300 CR. ബർഗർ ഷോപ്പിൽ കയറുവാ, വണ്ടി കയറുവാ. പഠിക്കണം എനിക്ക് 300 CR തരൂ. അതൊക്കെ തരൂ. മാസാവസാനം 500 600 എന്തായാലും തരും. 600 CR വേണമെങ്കിൽ ഇത് മൊത്തം വാങ്ങിക്കാം. അതിനിടയ്ക്കുള്ള നമ്മളാണ് സ്കൂളിന്റെ ഓണേഴ്സ്. അപ്പൊ നമുക്ക് കുറച്ച് നിബന്ധനകളൊക്കെയാണ് നമ്മുടെ ഫീസ്. ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തല്ലേ ഇത് ന്യായമല്ലത്. നിങ്ങളുടെ ലോക്കൽ ഗാർഡിയൻ മിസ്റ്റർ പരന്തുവാസു എക്സിന് എന്തുകൊണ്ട് നിങ്ങളുടെ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇത് സമൂഹത്തിലെ നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള സ്ഥാപനമാണോ അതോ ബ്ലേഡ് കമ്പനിയാണോ ഇത്? കറക്റ്റ്, നല്ല കുട്ടികളെ വാർത്തെടുക്കുക. അല്ലാതെ ഈ കെണ്ട മാമമാരെ ഇവിടെ കൊണ്ടിരുത്തി അമ്മമാരുടെ വായിരിക്കുന്നത് കേൾക്കാനുള്ളതല്ല. മനസ്സിലായ? എക്സ്ട്രാ ഫീസ് ആണ്. 300 CR is very less, you know. இந்த இங்கிலீஷ் டீச்சருக்கு படிக்க கூட தெரியாதுடா. ஏண்டா
Do you want to English continue teacher നോട് this education, Mr. Usman and Mr. Ismail? yes of course. ഞാൻ ചോദിച്ചോട്ടെ എലി, ഹലോ, ഞാൻ ചോദിച്ചോട്ടെ, ഇത് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരെ നിങ്ങൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യൂ, ഒരു സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യൂ. തീർച്ചയായിട്ടും ചെയ്യുന്നത് ഇവിടെയുള്ള ടീച്ചർമാരുടെ അടുത്ത് ഞാൻ മറ്റേ രാവിലെ എഴുന്നേറ്റിരുന്ന് എന്റെ വായ്ത്താളം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരിവിടെ വന്ന് പഠിപ്പിക്കത്തില്ല. ഞാൻ കാശ് എണ്ണി അങ്ങോട്ട് കൊടുക്കണം പാപ്പിക്കാൻ. അല്ലാതെ എന്നെ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് ഒന്നുമില്ല. ഇതൊരു പ്രൈവറ്റ് സ്കൂളാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഫീസ് സ്ട്രക്ചറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാശൊക്കെ നമ്മൾ നമ്മുടെ ടീച്ചേഴ്സിന് വളരെ കാര്യമായി സാലറി കൊടുക്കുന്നതാണ്. ഈ മാമന്മാരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഉസ്മാൻ എന്ന് പറയുന്ന മാമൻ ഈ നാളെ ആ മുതുക്കിൽ നടന്ന് കോഴിത്തരം ചെയ്യുന്നത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ അബ്യൂസ് നിങ്ങള് സിറ്റിയിലെ സ്കൂളേ ഉള്ളൂ. അങ്ങനൊന്നും പറയണ്ട, അങ്ങനൊന്നും പറയണ്ട. നമ്മളിവിടെ വന്ന ആൾക്കാരെ നിങ്ങൾ ഇങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ലേ? അതെ ഞാനൊരു ഒരു കാര്യം ഒരാള് വന്നാല് നമ്മള് ഡീസന്റ് ആയിട്ട് ഒരു ഓഫീസിലേക്ക് ഡീസന്റ് നമ്മൾ കാണിക്കണം. നമുക്ക് മനസ്സിലായി. നമുക്ക് ഇവരെ പഠിപ്പിക്കാം. 300 CR ആണ് മന്ത്ലി നമുക്ക് സാലറി കൊടുക്കണം ടീച്ചേഴ്സിന്. അലിയന് ഉൾപ്പെടെ ഒരു മാസം 300 കോടി ഒരാൾക്കെന്ന് പറയണത് എന്ത് ഫീസാ? ഓക്കെ, എന്നാ 2 മാസം ബിസിനസ് തുടങ്ങാലോ. ഒരു മാസം 150 CR. ഒരു സെക്കൻഡ്, ഞാൻ ഈ ഉസ്മാനോട് ഒരു 2 സെക്കൻഡ് സംസാരിച്ചോട്ടെ. ഇതാണ് ഉസ്മാൻ. ടീച്ചർക്ക് വാക്കൻസി ഉണ്ടാവോ? അവിടെ കയറാം, നല്ല പൈസ കിട്ടും. പിന്നെ സ്റ്റുഡൻസ് വരാത്ത ഇതിലല്ലേ ടീച്ചേഴ്സിന് ഇത് സാലറി, പിന്നെ ഇപ്പൊ കിട്ടും. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ഇവിടെ പിള്ളേരെ ചേർക്കുന്നതിന് മുമ്പ് പിള്ളേരുടെ അടുത്ത് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. എല്ലാം പറയും. ഓക്കെ, സോ നമ്മളുടെ രാഷ്ട്രം, രാഷ്ട്രീയം, നമ്മുടെ രാഷ്ട്രം, രാഷ്ട്രീയം മിസ്റ്റർ ഉസ്മാൻ, നമ്മുടെ രാഷ്ട്രം, രാഷ്ട്രം, നമ്മുടെ രാഷ്ട്രത്തിന് ഒരു അച്ഛനുണ്ട്. ആരാണത്? ഹരിന്ദുവാസോ. എന്തുകൊണ്ടാണ് നിന്റെ രാജ്യത്തിന്റെ അച്ഛൻ ഹരിന്ദുവാസോ? എടാ, എന്നാ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, എന്തൊക്കെ ഈ നാട്ടിൽ ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ട്. പ്രൈമാണ് പുള്ളി. പുള്ളിയുടെ പേരെന്ത്? ഐ ആം ഓൾവേസ് ഇൻ മൈ പ്രൈം. ഏതാ ഗ്യാങ് ഏതാ പറഞ്ഞു കൊടുക്കും. ഗ്യാങ് ഏതാന്നാ ചോദിച്ചേ? പ്രൈമിൽ എപ്പോഴുള്ള ഗ്യാങ് നമ്മള് തന്നെ LKG അല്ല, നീ ഓൾറെഡി LKG ഒക്കെ കഴിഞ്ഞതാണ്. നിനക്ക് ഇവിടെ 5ാം ക്ലാസ്സിൽ നമുക്ക് അഡ്മിഷൻ തരാൻ പറ്റത്തുള്ളൂ. അതെ, ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി പുള്ളിക്ക് ബേസിക് എഡ്യൂക്കേഷൻ ഇല്ല. അപ്പൊ ന്യൂസ് പേപ്പർ ബുദ്ധിയില്ലേ? ഓക്കെ എലി ഒന്നും അറിയില്ല. എന്നാലും നമുക്ക് ഇവരെ അക്കോമഡേറ്റ് ചെയ്യണേ കുറച്ചുകൂടി പൈസ വേണം. ഒരു പേരുമില്ല ഒന്നും കൊണ്ട് നീ അത്രയ്ക്ക് മോശമല്ലെന്ന് കാണിച്ചു. വേറെ ചോദ്യം പോരാ, പറയോ? ഓക്കെ, നമ്മളെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നോ? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് എലി വിദ്യാലയം. അല്ല, മിനിസ്റ്റർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ജനാനെ വാടിക്കൊടുത്ത് വാടിക്കൊടുക്ക്. രണ്ടാളോടെ പഠിച്ചാണ്. അതെങ്കിലും തെറ്റാണ്ട് പാടണേ. തെറ്റാണ്ട് പാടിയ ഇവിടെ സ്പോട്ടിൽ അഡ്മിഷൻ അല്ല. ഇവിടെ അഡ്മിഷൻ തരും, പക്ഷെ 500 CR നിനക്ക് ഇവിടെ നമ്മള് 100 കോടി ഡിസ്കൗണ്ട് ആണ്. 100 കോടി ഡിസ്കൗണ്ട്. 100 കോടി ഡിസ്കൗണ്ട്. 2 പേർക്ക് ഒരാൾക്ക് 100 കോടി വെച്ച് ഡിസ്കൗണ്ട് 200 കോടി. ജനഗണമന പാടണ്ട. ജനഗണമന പാടാൻ പറ്റില്ല. വേറൊരു പാട്ടുണ്ട്.
മന്ദാരച്ചെപ്പുണ്ടോ അതാണോ മാണിക്കല്ലുണ്ട് ഡിസ്കൗണ്ട് ഇല്ല. ഡിസ്കൗണ്ട് പോയി. അത്രേ ഉള്ളൂ. വെൽഡൺ. ഡിസ്കൗണ്ട് പോയി 100 കൂടി അധികമാക്കി 400 വരുന്നുണ്ട്. ഏവൽ കാരണം സൂര്യ ഇങ്ങ വേണോ? സൂര്യ നമ്മുടെ പ്രൈം മിനിസ്റ്റർ യാരടാ? തെറ്റിച്ചേ പറഞ്ഞു. ഓക്കെ, ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്താ? ഹലോ ഹലോ ഉസ്മാൻ ഇസ്മയിൽ. ഹലോ 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 ഇല്ലില്ല, ഞാൻ ഇവിടെ ഉണ്ട്. ശരി ശരി. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് കേൾക്കാം. പ്ലീസ് കണ്ടിന്യൂ, പ്ലീസ് കണ്ടിന്യൂ. കണ്ടിന്യൂ. ഈ നമ്മൾ നിൽക്കുന്ന സിറ്റി ഇല്ലേ, നമ്മൾ നിൽക്കുന്ന സിറ്റി, ആ ഈ സിറ്റിയുടെ പിതാവാര്? സിറ്റി ഗോഡ് അപ്പാപ്പൻ അപ്പൻ അപ്പനാണ് പിതാവ്. ഇല്ല, കുഴപ്പമില്ല. ഇവരെ നാളെ ബാക്കി ആരും മറുപടി പറയണ അപമാനത്തില ചോദിക്കണേ. അത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പാപ്പൻ കുഴപ്പമില്ല. നമുക്ക് ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. കാരണം ഇവർക്ക് വിദ്യാഭ്യാസം തീരെ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. സ്പെഷ്യൽ ക്ലാസ് ഒന്നും പറ്റത്തില്ല. ഇത് സൂര്യയുടെ കൂടെ നാളെ. അതെ, അതുകൊണ്ടല്ല ബേസിക് എഡ്യൂക്കേഷൻ ഇല്ല. അത് ഇത്രയും വിവരമില്ലാത്തവരാണ്, നമുക്ക് അറിയത്തില്ലായിരുന്നു. ബേസിക് എഡ്യൂക്കേഷൻ പറഞ്ഞില്ലേ? ഈ ഇസ്മായിലാണ് നമുക്ക് ഇവിടെ പഠിപ്പിക്കാം. അപ്പൊ ഞാനോ? ഉസ്മാൻ തന്ത വിദ്യാഭ്യാസം കൊടുക്കാം. കുഴപ്പമില്ല. ഉസ്മാനാണ് കൂട്ടത്തിൽ ഏറ്റവും ചെറിയ പയ്യൻ. അതെ അതെ അടുത്ത ചിങ്ങത്തില് 18 ആവുള്ളൂ. 15. ഉസ്മാനെ ഇസ്മായിലിനെ ദയവ് ചെയ്ത് ഒന്ന് വേറെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് ബിഹേവ് ചെയ്യാതെ പ്ലീസ് ഒരു രണ്ടുപേരുടെ ജീവിതത്തിന്റെ കാര്യമാണെന്നൊന്ന് മനസ്സിലാക്ക്. സ്കൂളിന്റെ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇവിടെ പഠിച്ചിട്ട് വളരെ ആളായാലോ. വാസുടെ ഞാൻ ഈ സ്കൂളിൽ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു. സ്കൂള് മാറ്റി സിറ്റിയിലേക്ക് ആക്കാം. മനസ്സിലായില്ലല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞേ, നിങ്ങൾ ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് ടിവിയുടെ ഗെയിമിയുടെ ഗ്യാങ്സ് മാത്രമല്ലേ ഉള്ളൂ. ഞാന് കൊറേ മുന്നേ വല്ലായിട്ട് ഒന്ന് ഇപ്പൊ ഇപ്പോഴാണ് ടേംസും കണ്ടീഷൻസ് ഒക്കെ നോക്കെ. അല്ല ഞാൻ പറയണത് ഇത് മനസ്സിൽ നമ്മുടെ അടുത്തുള്ള റിവലറി വെച്ചിട്ട് ഇത്രയും ഫീസ് പറയാണ്. ഒരാളെ പഠിപ്പിക്കാൻ മന്ത്ലി 300 കോടി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും? അത് കറക്റ്റാ. അത് സംസാരിച്ച റെഡിയാക്കേണ്ട കാര്യം. എടാ ഈ 300 കോടി തന്നെ നിക്കുവാണെങ്കിൽ സ്കൂള് കത്തിച്ചേരാട്ടാ. ഇപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് എന്താ പറയുന്നത് അറിയോ? 2 ചെക്കന്മാരെ 300 കോടി ഇപ്പൊ കൊടുക്കാൻ പറയുന്നത്. 200 കോടി എനിക്കും 100 കോടി എനിക്കും കൊടുത്തപ്പോ സെറ്റ് ആക്കാം അവിടെ. സാഗുരു നിങ്ങൾ എന്തിനു പറയണത്? 200 കണ്ണെടുക്കല്ലേ. ഹലോ വാസു, സാബ് ഗുരു പാർട്ട്ണറാണ്. എന്തോ ആയിക്കോട്ടെ അഗുരു, നമ്മൾ ഇത്രയും വേണ്ടപ്പെട്ട ആൾക്കാരല്ലേ നമ്മൾ. ആ പയ്യന്മാരെ ഒരു അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, അഗുരു പോലെ അല്ലെങ്കിൽ ഒരാഴ്ച പഠിപ്പിച്ചിട്ട് ഞങ്ങൾ ഒരു IQ ടെസ്റ്റ് ചെയ്യാം, ഇവർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന്. മാറ്റം ഉണ്ടെങ്കിൽ ഞങ്ങൾ പൈസ തരാൻ റെഡിയാ. അഡ്മിഷൻ മാത്രം, അഡ്മിഷൻ ഫീ മാത്രം കൊടുത്താൽ മതി. അഡ്മിഷൻ ഫീ എത്ര വരും? 50,000. ഇത് കോടിയല്ല. വേറെ സ്കൂൾ നോക്കിയോളാം. വേണ്ട ഇല്ലെങ്കിൽ നമ്മൾ ഹോം സ്കൂൾ എഡ്യൂക്കേഷൻ ചെയ്തോളാം. ഇത് ഞങ്ങൾ പഠിപ്പിച്ചോളാം. നമ്മൾ സമരം ചെയ്ത് ഇത് ഫുള്ള് കൂട്ടി. അവരെന്താ പറയുന്ന പറഞ്ഞാല് ഒരാഴ്ച അവരെ പഠിപ്പിച്ചിട്ട് അവർക്ക് അത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു പൈസ തരാന്നാ പറയുന്നത്. ബാബു കമ്മിങ്ങന്നോ? ബാബൊന്നുമില്ല. അല്ല ഞാൻ പറയുന്നത് അഡ്മിഷൻ ഫീസ് നമുക്ക് 50 CR ഉള്ള 25 CR ആക്കി കൊടുത്തൂടെ?
ഉസ്മാനെ വാടാ വാടാ വാ 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 ഞാൻ പഠിപ്പിച്ചോളാം നിങ്ങളെ വാ. നമുക്ക് വാ, വേറെ വാ. സ്കൂളും ഈ ഇല്ല പേട്ട് സ്കൂളിൽ പഠിക്കാൻ എടാ നിന്നെ പോലെ മൊരടി എടാ, അലീനം full എടാ, makeup സൂര്യബോസ്, ആണ്. എടാ നിന്റെ ഒന്നും കൂടെ ഇരുന്ന് പഠിക്കാൻ പഠിപ്പിക്കാൻ എലി full makeup ആണ്. നിന്നെ അഴിക്കട്ടെ, നിന്നെ അഴിക്കട്ടെ. പോലത്തെ ബുദ്ധി ഇല്ലാത്തവന്മാര്. പഠിച്ചേനാ അഴിക്കച്ചക്കൻ 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 എടാ 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 അണ്ണാ, തീറ്റട്ടെ അണ്ണാ. ഏബലെ, ഏബലെ. എന്റെ ഗേൾഫ്രണ്ടിനെ ചൂടെടുക്കുന്നു പറഞ്ഞപ്പോ ഹെലികോപ്റ്റർ കാറ്റടിച്ച് കൊടുത്ത് നമുക്കാണോ പഠിപ്പിക്കാൻ ഒരു സ്കൂൾ പഠിക്കാൻ പിന്നെ പറ്റാത്ത? എന്ത് വാ, അണ്ണാ? വാ, വാ, വാ. സ്കൂൾ അടിച്ചു തീർക്കട്ടെ വേണ്ട, 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 ഒന്നും ചെയ്യണ്ട. വാ, 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 വാ. പിള്ളേരെ നമുക്ക് പഠിപ്പിച്ചോളാം. ഉസ്മാനെ ആ 2 മുട്ടി 1/2 ഗ്ലാസ് പാല് വേണ്ട കത്തിച്ചു തീങ്ങട്ടോ. പിന്നെയൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം. നമ്മുടെ ഹലോ അണ്ണം പോയില്ലേ ഓറാ പോ ഞാൻ പോയി ടിവിയുടെ ലീഡർ പരന്തുവാസല്ലേ അതെ ആ പറഞ്ഞു നമ്മൾ അന്ന് മറ്റേ ഒരു മീറ്റിംഗ് നടത്തില്ലായിരുന്നോ? ആ ആ ആ, അതെ 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 അതെ. അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സ് വല്ലതും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഓ അതിന്റെ വിളിച്ചായിരുന്നു. മിസ്റ്റർ എക്സ് എന്താ പറ്റിയത് പറയട്ടെ. ഞാന് ആ. നിങ്ങളെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എന്റെ വണ്ടി ആക്സിഡന്റ് ആയി എന്റെ താടിയിൽ പൊട്ടി. ഞാൻ 3-7 ദിവസമായിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പൊ പുറത്തിറങ്ങി അന്വേഷിക്കാനൊന്നും പറ്റത്തില്ല, സംസാരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ തന്നെ ഉണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് കുഴയുന്നുണ്ടോ നാക്ക്, ചില വാക്കുകളൊന്നും ചുണ്ടടുക്കൂല എന്റെ. അപ്പൊ മിസ്റ്റർ കില്ലുവ ആളുണ്ടോ ഇപ്പൊ? പുള്ളി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ തലയെ പോയി, എന്റെ താടിയിൽ വന്നത് മൊത്തത്തില്. പുള്ളിയുടെ തല മൊത്തത്തിൽ കെട്ടി വെച്ചേക്കും, വായ തുറക്കാനും കണ്ണ് കാണാനും പറ്റൂല. ഓക്കെ. അപ്പൊ ഒരുപാട് നാളത്തേക്കുള്ള റെസ്റ്റ് കാണും? ഇല്ലില്ല, അയാൾ ഓക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഹീലായി, അത്യാവശ്യം മാറി. ഓക്കെ. അപ്പൊ പെട്ടെന്ന് റെഡിയാവും. അയാൾ ഒരു 3 ദിവസത്തെ തന്നാൽ ഒരു 4 ദിവസത്തിൽ എല്ലാ ഡീറ്റെയിലും തരാം. ഓക്കെ ഓക്കെ ശരി. ഓക്കെ. എന്തൊക്കെ കള്ളത്തരം പറയണം ഈ സിറ്റിയിൽ ഒരു തട്ടിമുട്ടി ജീവിച്ചു പോവാൻ. അണ്ണാ ബാ നമ്മള് ഓർമ്മ അതിന്റെ ആക്സസ് എനിക്കില്ല, സത്യമായിട്ടില്ല. കൈ സാരം ഇടല്ലേ ടൂൾസ് ഇടേ. അനിയ പൊക്കോട്ടെ എന്നാണ് പറയുന്നത്. പട്ടി വിട്ട് കിടപ്പുണ്ടോ? ഹലോ മിസ്റ്റർ പരുന്തുവാസ് എക്സ്. യെസ് പറഞ്ഞു എലി എക്സ്. എല്ലാം കൂടെ വരില്ല, എല്ലാം കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കില്ല. ഞാൻ ഒറ്റയ്ക്ക് ടെസ്റ്റ് ചെയ്യില്ലേ. സ്റ്റാറ്റസ് എന്താണ്? ഇൻസ്റ്റാഗ്രാമിലാണോ വാട്സപ്പിലാണോ? അല്ല നിങ്ങളുടെ ഇത് നിങ്ങളിപ്പോ ഒരു ഇങ്ങനെ പറന്ന് നടക്കുവാണോ അതോ നിങ്ങൾ ഒരാളെ ചൂസ് ചെയ്തു? ഞാൻ ചിലപ്പോ പറന്ന് നടക്കാം, ചൂസ് ചെയ്യാം, അതൊക്കെ എന്റെ ഇഷ്ടമല്ലേ കുട്ടി. അതെ മിസ്റ്റർ പരുന്തുവാസു എക്സ്, അത് കറക്റ്റ് ആണ്. അതെ. പറയുന്നത് വളരെ ശരിയാണ്. അതെ അതെ. സൂര്യബോസ് വന്നിട്ട് പറഞ്ഞു, ആ അവന്റെ പറയപ്പ വന്നിട്ട് അവനോട് പറഞ്ഞു ഹലോ മള്ളി, എലി വിദ്യാലയം പെട്ടെന്ന് വാ. എലി വിദ്യാലയോ? ഇപ്പൊ വന്ന 1 മാസത്തേക്കുള്ളതുണ്ട്. ആണോ? മുള്ളില്ല, കണ്ണമ്മ ലെറ്റർ എഴുതിയിരുന്നോ പെട്ടെന്ന് നാട്ടിലോട്ട് വരാൻ? ലെറ്റർ കമ്പി കിട്ടിയാ? കിട്ടി. 2 ലേറ്റ്സ് ആണെന്ന് അയച്ചിരുന്നത്. എലി വിദ്യാലയത്തിലുണ്ടോ? ഓ രാവിലെ. ഒരു മിനിറ്റ് പയ്യൻ വരുന്നുണ്ട് അഡ്മിഷൻ എടുക്കാൻ. അണ്ണാ അവര് ഗേറ്റ് തുറന്നിടത്തില്ലെന്നാണ് പറയുന്നത്. ബാബു വരുന്നുണ്ട്. ഗേറ്റും തുറക്കും, അവളുടെ അണ്ണാക്കും ഒന്ന് തുറക്കും. വെയിറ്റ്. ഹലോ എലി എക്സ്ക്യൂസ് മീ ഒന്ന് വരൂ. അലീന ഇങ്ങ വായോ. പറഞ്ഞോ എന്തായിരുന്നു നമ്മള് സംസാരിച്ചിരുന്നത്? സൂര്യബോസ് ഒരു ദിവസം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവന്റെ പറയപ്പ പറഞ്ഞു എന്റെ അടുത്ത് വന്ന് പറയണം നിങ്ങൾക്ക് 2 ഗേൾ ഫ്രണ്ട് ആയെന്ന്. എന്താണ് ഈ അനാവശ്യമായ മെസ്സേജുകൾ കുട്ടികളുടെ കയ്യിൽ കൊടുത്തു വിടുന്നത്? നിങ്ങൾക്ക് 2 ഗേൾ ഫ്രണ്ട് ആയാലും 10 ഗേൾ ഫ്രണ്ട് ആയാലും ഐ ഡോണ്ട് കെയർ, യു നോ. എന്താണ് ഇതൊക്കെ നമ്മളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ നിൽക്കുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. സൂര്യ
പട്ടിയായത് ഇങ്ങോടാ. എന്റെ അടുത്ത് വളരെ വ്യക്തമായി സൂര്യ വന്നിട്ട് പറഞ്ഞു, ഹലോ സൂര്യ ഉങ്ക പറയപ്പായി ഉങ്കിட்ட என்ன சொல்லிட்டடா എന്നാ சொல்லிட்டடா என்ன சொல்லிட்டடா എന്നാ ഞാൻ എന്നാ ചൊല്ലിയത് നിന്നോട് അത് പറഞ്ഞേ. உங்களுக்கு ரெண்டு கேர்ள் ஃப்ரெண்ட் இருக்கு அப்படினு சொல்லிட்டு சொன்னாங்க. അത് ഞാൻ എപ്പോ ചൊല്ലി? அது കുറേ ദിവസമായി. എടാ നീ എന്തിനാണ് കള്ളം പറയുന്നത് നിന്റെ തന്ത ചന്ദ്രനെ പോലെ? അല്ല അല്ല ഞാൻ കള്ളം പറയില്ല, സത്യം தான் പറഞ്ഞേ. நீங்க தான சொல்லுங்க, ஸ்டைலா சொன்னீங்களே, இருங்க சொல்றேன். വരും ഡെമോ കാണിക്കും വരട്ടെ. ഇവിടെ உங்களுக்கு ஒரு விஷயம் അറിയുമോ? எங்க பெரியப்பாக்கு ரெண்டு லவர்ஸ் உண்டு. അയ്യോ ഇപ്പൊ அவங்க என்ன பண்ணிட்டு இருக்காங்க ரெண்டு லவ்வர்ஸ்? எப்ப பாரு பெரியப்பா கூட டேட்டிங், லவ்விங், சேசிங்னே இருக்கு. ஓ அப்படியா? இல்ல அறியத்தில்ல. ஓகே ஓகே. இது யார் சொல்லிட்டே உன்கிட்ட? எங்க பெரியப்பா தான் சொன்னாரு. என்ன சொல்லிட்டு? இப்ப எலிக்கு பாத்துக்கோ, எலி வந்து ஒரு சிங்கிள் பொண்ணா தான் சுத்திட்டு இருக்கு, நான் நல்லா நிம்மதியா இருக்குன்னு പറഞ്ഞேன்னு சொன்னாரு. ஓ அப்படியா? மிஸ்டர் பரிந்தவாசு एक see the demo. Did you see the demo? ഹലോ 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 വാസണ്ണാണോ? ഹലോ അതെ ആരാ? വാസണ്ണ ഞങ്ങള് ജിഎൻആറിന്നാണ്. ഞങ്ങളുടെ ഒരു ഗ്യാങ് ഹോസ്റ്റും ഗ്യാങ് വണ്ടി ഒക്കെ റിവ്യൂ ഉണ്ടായിരുന്നു വരും. അയ്യോ അത് പറഞ്ഞായിരുന്നു. ഞാനൊരു ചെറിയ കാര്യം ഡീൽ ചെയ്തോണ്ടിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഉടനെ ഞങ്ങൾ അങ്ങോട്ട് വരാം. ആ ഓക്കെ ഓക്കെ. ഹെലികോപ്റ്ററിനകത്തൊക്കെ വന്നിരുന്നത്. അതെന്താണ് മിസ്റ്റർ പരിന്തവാസു ആ കുട്ടി ഇപ്പൊ പറഞ്ഞത്? എന്നെ എന്തിനാണ് ഇതൊക്കെ അറിയിക്കുന്നത്? എന്നെ എന്തിനാണ് നിങ്ങളൊരു ഞാനൊരു കാര്യം പറയട്ടെ. ശരിക്കും പറഞ്ഞ എനിക്കിപ്പോ 2 അല്ല 4 ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ പക്ഷെ ഞാനിത് ആരോടും പോയി പറയാൻ പറഞ്ഞില്ല. ഓക്കെ ഞാൻ അവനോട് പറഞ്ഞു ശരിയാ എനിക്ക് 2 ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അവനോട്. അത് സത്യമാ. പക്ഷേ ഞാനിത് ആരോടും പോയി പറയാനോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ട് എലിയുടെ അടുത്ത് വന്ന് പറഞ്ഞു എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. മനസ്സിലായോ? നിന്റെ അച്ഛനൊക്കെ ചന്ദ്രനാണ് കള്ളൻ. നിന്റെ അച്ഛൻ ചന്ദ്രനാണ് കള്ളൻ, ഞാനല്ല കള്ളൻ. നിന്റെ അച്ഛൻ ചന്ദ്രനാണ് കള്ളൻ. പിന്നെ ഞാൻ ഇവന്റെ അപ്പാനെ വിളിക്കണോ? നിന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോ നീ കള്ളം പറഞ്ഞ നീ തെണ്ടിച്ചേർക്ക അഴുക്ക. എടാ നീ എന്നെ ഇനി പെരിയപ്പാന്ന് വിളിക്കലടാ. നീ ഒരു കള്ളച്ചറക്കനാ. നീ ഒരു കള്ളെന്ന് പറഞ്ഞ ആ ചന്ദ്രന്റെ ഫോട്ടോ സ്റ്റാറ്റ് മോങ്ങല്ലേ എന്റെ മുന്നിൽ നിന്ന് മോങ്ങല്ലേ. ബാറ്റിന് മോണൊക്കെ കീറുവേ ഞാൻ. മോങ്ങല്ലേ എന്റെ മുമ്പിൽ നിന്ന്. കറക്റ്റ്. ഇപ്പൊ എനിക്കൊരു ഡൗട്ടും ഇല്ല. നീ ചന്ദ്രന്റെ തന്നെയാണ്. നീ കള്ളത്തരം, വിവരമില്ലായ്മ, ബുദ്ധിയില്ലായ്മ. എന്തിനാണ് മിസ്റ്റർ കൊച്ചിനെ വഴക്ക് പറയുന്നത്? അവന്റെ മനസ്സ് പിഞ്ചാണ്. അവൻ കരഞ്ഞു കഴിഞ്ഞാൽ നിർത്തത്തില്ല. അലീന ഓപ്പറേഷൻ വാട്ടർ ഒന്നും അല്ലല്ലോ, കണ്ണീരല്ലേ. കരഞ്ഞോട്ടെ. നിർത്താറില്ല. ബില്ല് വരുമോ മാസം? വരും ചിലപ്പോ. പറയണം. കോഴിത്തരം ഒന്നും എനിക്കറിയാം.